നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഗ്രാമത്തിൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഒരു ഗ്രാമം, തരിയോട് എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ മുകളിലാണ് ബാണാസുര സാഗർ എന്ന് പറയുന്ന ഡാം നിൽക്കുന്നത്. കുറേ മനുഷ്യർ കുറേ കാലം, പക്ഷേ അവർ ആരെയും അപകടപ്പെടുത്തിയല്ലോ കേട്ടോ. അവരെ ഇവിടെ പടിഞ്ഞാറത്തറയിലേക്കൊക്കെ കൊണ്ടുപോയി പുനരധിവസിപ്പിച്ചു അല്ലേ. അവർ ആ പ്രദേശങ്ങളിലൊക്കെ അവർ പോയി താമസിച്ചു. ഇപ്പോൾ അവരൊക്കെ ഹാപ്പിയാണ്. പക്ഷേ അവർ ഹാപ്പിയായി വരുമായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഇതേപോലെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതും. ഈ ഉരുൾപൊട്ടലും റെഡ് അലർട്ടും ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ ബാണാസുര സാഗർ അടയ്ക്കും. അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇതൊരു മണ്ണ് ഡാമാണ്. അതെ, ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് എർത്തൻ ഡാമാണ്. ബാണാസുര മലനിരകളുടെ താഴെയാണ് ബാണാസുര സാഗർ ഡാം ഉള്ളത്. അതാണ് ബാണാസുര സാഗർ ഹിൽസ് അല്ലേ. ബാണാസുര ഹിൽസ് അല്ലേ. മേഘം മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ തെളിഞ്ഞു വരും. നമ്മൾ വന്ന സമയത്ത് വലിയ മേഘം ഉണ്ടായിരുന്നു. ഇപ്പോൾ തെളിഞ്ഞു വരും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ തെളിഞ്ഞു വരും. ഞാൻ അതിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് കുറച്ച് വർഷം മുൻപ്. ആണോ ഈ ശരീരം വെച്ചോ? ഈ ശരി ഇന്ന് അന്ന് അങ്ങനല്ല, അന്നിത്ര ഉണ്ടായിരുന്നില്ല. അതൊന്നും കുഴപ്പമില്ല. അന്നിത്ര ഉണ്ടായിരുന്നില്ല. 2016-17 സമയത്താണ്. മീൻമുട്ടി വെള്ളച്ചാട്ടം ഉണ്ട്. അതുവഴി ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. അതൊന്നും കുഴപ്പമില്ല. ഒക്കെ കയറിയിട്ടുണ്ട്. ഫോറസ്റ്റിന് ഗൈഡ് കൊടുത്ത് വരും. ട്രക്കിംഗ് ആയിട്ട് കയറും. 2-3 മണിക്കൂർ നടന്നാൽ ഫോറസ്റ്റ് കഴിഞ്ഞ് പുൽമേടാണ്. ഏറ്റവും മുകളിൽ പോകാറ്. പക്ഷേ അതെല്ലാം പൂട്ടിയിരിക്കും കേട്ടോ. അതെല്ലാം പൂട്ടി. അവിടെ ആളെ വിടുന്നില്ല. കുറുവാദ്വീപ് പൂട്ടിയ സമയത്ത് അതൊക്കെ പൂട്ടി. മീൻമുട്ടി വെള്ളച്ചാട്ടം പൂട്ടി. മുകളിലോട്ടുള്ള ഇല്ല ആരെയും വിടുന്നില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മേഘത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. ഈ ഡാം മുഴുവൻ കാണാൻ പറ്റും. ഈ തരിയോട് ഗ്രാമ വെള്ളത്തിനടിയിൽ കിടക്കുന്ന നേരത്തെ പറഞ്ഞല്ലോ, അത് ഈ ഗ്രാമം മുഴുവൻ കാണാൻ പറ്റും. ഇതിനൊക്കെ നടുവിൽ കുറേ ദ്വീപുകൾ പോലുള്ള ചെറിയ മൊട്ടക്കുന്നുകളുണ്ട്. സ്പീഡ് ബോട്ടുകൾ ഇതിൽ ഓടുന്ന കാണാൻ ഭയങ്കര രസമാണ്. മറ്റൊരു കാര്യം, ആനകൾ മേഞ്ഞ് നടക്കുന്നത് കാണാൻ പറ്റും. ഓരോ കുന്നിൻ്റെ മുകളിൽ കൂടെ ആനകൾ മേഞ്ഞ് നടക്കുന്നത് നമ്മൾ ആനിമൽ പ്ലാന്റിലൊക്കെ കാണുന്ന പോലെ ആനകൾ ഇങ്ങനെ ഗ്രാസ് ലാൻഡ്, ഇതേപോലെ തെരുവപ്പുല്ല് പോലത്തെ വലിയ പുല്ലുകളാണ്. അതിനിടയിൽ ആനകളെ പോകുന്ന കാണാൻ അത്ര മനോഹരമായൊരു സ്ഥലമാണ്. നേരത്തെ ഇവിടുത്തെ രൂപേഷേട്ടൻ പറഞ്ഞ പോലെ 12,000-14,000 ആളുകൾ വന്നു പോകുന്നൊരു സ്ഥലമായിരുന്നു. അതാണ് വിജനമായി കിടന്നത്. ആരുമില്ല ഇവിടെ. ദീപക്ക് ഈ സിനോജ് ആന ഇങ്ങനെ മെയ്യുന്ന കാണുന്ന പറഞ്ഞപ്പോൾ ദീപക്ക് ഇങ്ങനെ പരസ്യം കൊണ്ട് ഇങ്ങനെ പുഞ്ചിരിക്കുന്നു. ഇപ്പോൾ ആന മെയ്യുന്ന കാണാൻ മുകളിലോട്ടൊന്നും പോകണ്ട, ഇവിടെ ഇറങ്ങി നിന്നാൽ മതി അല്ലേ സാറേ. അത് മാത്രമല്ല, ഈ ബാണാസുര ഡാമിൻ്റെ താഴ്ഭാഗത്തുള്ള സ്ഥലങ്ങളുണ്ട് ഒരുപാട്. ഈ പനമരം, അതുപോലെ തന്നെ ചേരിയൻകുല്ലി തുടങ്ങിയ പ്രദേശങ്ങൾ. അന്ന് ഈ പുഞ്ചിരിമട്ടം, ഈ ചുരൽമല ഉരുൾപൊട്ടലുണ്ട്. അതിന് തലേ ദിവസം നമ്മളൊക്കെ മീഡിയാസ് എല്ലാം ഇവിടെയായിരുന്നു ക്യാമ്പിങ്. കാരണം ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഡാമിലെ ജലനിരപ്പ് ഉയർന്നു. തൊട്ടടുത്ത ദിവസം ഡാമിലെ ഷട്ടർ തുറക്കും. അപ്പോൾ എപ്പോൾ ഡാമിൽ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും തൊട്ട് താഴെയുള്ള വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ വെള്ളം എത്തും. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ കരമാൻതോട് ഒഴുകിപ്പോകുന്ന പനമരം, ചേരിയൻകുല്ലി പ്രദേശങ്ങളിലൊക്കെ പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പം ഇതാണ് ബാണാസുര സാഗറിൻ്റെ ഒരു ചുരുക്കത്തിലുള്ള ചരിത്രവും. പക്ഷേ ഇതിനെ ആശ്രയിച്ച്, ഇതിനെ ഉപജീവിച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. കക്കയത്തേക്ക് അതെ, ഇത് ഇവിടെ നിന്നാണ് പോകുന്നത്. ഇത് ശരിക്കും കബനി നദിയുടെ പോഷക നദിയാണ് അല്ലേ? അതെ അതെ. കരമാൻതോട് പനമരം പുഴയാവുന്നു. അത് മാനന്തവാടി പുഴയുമായിട്ട് കുറുവാദ്വീപിൻ്റെ അവിടെ വെച്ച് കൂടൽക്കടവ്. അവിടുന്ന് കബനിയായിട്ട് കർണാടക ബീച്ചിനകളിൽ ഡാം വഴി കർണാടക, തമിഴ്നാട് വഴി നമ്മുടെ കിഴക്കോട്ട് ഒഴുകുന്ന ഒരു നദിയാണ് കബനി. കിഴക്കോട്ട് ഒഴുകി എവിടെ പോയി വീഴുന്നതെന്നറിയോ? ബംഗാൾ ഉൾക്കടൽ. ഇതുവഴി നേരെ പോയാൽ നമുക്ക് കൊൽക്കത്തയിൽ പോയി ആദിൽപാലോടിനെ കണ്ടിട്ട് വരാം. അതെ, തീർച്ചയായും അങ്ങോട്ട് പോകാം. അപ്പോൾ അങ്ങനെ ഒഴുകുന്ന ഒരു പുഴയാണ് കബനി നദിയുടെ പോഷക നദിയെ കരമാൻതോട്ടിലാണ്. അതിൽ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ എർത്ത് ഡാമാണ് അല്ലേ. മണ്ണും പാറയും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നിർമ്മിച്ച ഡാമാണ്. മറ്റൊരു പ്രത്യേകത ഉണ്ട്. അവിടെ കാണുന്ന ഒരു ഫ്ലോട്ടിംഗ് സോളാർ ബ്രിഡ്ജ്, നമ്മുടെ മഹേഷ് കുമാറിന്റെ ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഫ്ലോട്ടിംഗ് സോളാർ പാനൽ, ബ്രിഡ്ജല്ല സോളാർ പാനൽ. അതായത് വയനാട്ടുകാരനായ ഒരു അജയ് തോമസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കണ്ടുപിടിച്ചതാണ്. കോൺക്രീറ്റിൻ്റെ പൊള്ളയായ ബീമുകൾ ഡാമിന് മുകളിൽ ഇട്ടിട്ട് സോളാർ പാനലുകൾ വിരിക്കുക. കാരണം ഡാം ആയതുകൊണ്ട് മറ്റ് തടസ്സങ്ങളില്ല. സൂര്യപ്രകാശം ഡയറക്റ്റ് ഇട്ട്, സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നവരെ ഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. ഇത് മിക്കവാറും ഡാമുകളൊക്കെ അത് സ്വീകരിച്ചു. അത് അവർക്ക് ഇന്ത്യയിലോട്ട് നിരവധി ഡാമുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കമ്പനിയൊക്കെ തുടങ്ങി അവർ സക്സസ് ആയിപ്പോയി. 2-3 ചെറുപ്പക്കാരായിരുന്നു. മാനന്തവാടി കേന്ദ്രീകരിച്ചുള്ള അജയ് തോമസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരായിരുന്നു. ഇവിടെ നമ്മുടെ KSB അത് അനുമതി കൊടുത്തു. ഇവിടെ ഇട്ട തന്നെ വേണം. ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഇട്ട പണിത് സോളർ വെച്ച് സക്സസ് ആയി. അങ്ങനെ മറ്റ് ഇന്ത്യയിലെ ഡാമുകളിലേക്ക് ഇത് പോയിട്ടുണ്ട്. അതൊരു വളരെ പോസിറ്റീവായ ഒരു ഇന്നോവേറ്റീവായ അല്ലേ ഒരു സംരംഭമാണ്. ഡാമുകളുടെ പുറത്ത് ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ ഉണ്ടാക്കുക. ആ ഫ്ലോട്ടിംഗ് സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കുക. മിക്കവാറും ഡാമുകളൊക്കെ ഇത് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പിന്നിൽ കാണുന്ന ബാണാസുര സാഗർ ഹിൽസ് എന്നറിയപ്പെടുന്ന ഹിൽസാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. പ്രേക്ഷകർക്ക് കാണാം. അവിടെ ഇപ്പോൾ വലിയ മൂടൽ മഞ്ഞില്ല, പക്ഷേ ഈ രാവിലെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. മനോഹരമായ സ്ഥലമാണ് ഇവിടെ. തീർച്ചയായും പ്രേക്ഷകർ എല്ലാവരും വരേണ്ട സ്ഥലം. നിങ്ങളിൽ പലരും ഇവിടെ വന്നിട്ടുണ്ടാവും ബാണാസുര സാഗർ. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കഴിഞ്ഞ 30-ാം തീയതി ഈ ഡാമും പരിസരവും അടച്ചതാണ് ടൂറിസത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ 20 ദിവസം പിന്നിടുന്നു. ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെല്ലാവരും ഈ ബാണാസുര സാഗർ ഡാമിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവരാണ്. അപ്പോൾ
ഈ ഡാം ഇങ്ങനെ അടച്ചിടുന്നത് കൊണ്ട് ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനും ഒക്കെയാണ് നമ്മൾ എത്തിയത്. അത് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണം. ഇപ്പോൾ റെഡ് അലേർട്ട് ഇല്ല, ഓറഞ്ച് അലേർട്ടും ഈ മേഖലയിലില്ല. അതുകൊണ്ട് തന്നെ ഡാമിൽ വെള്ളവും താഴ്ന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഡാം തുറന്നു കൊടുത്തിട്ടില്ല. ഇങ്ങനെ പല ടൂറിസം സ്പോട്ടുകളും തുറന്നു കൊടുക്കാത്തത് കൊണ്ട് സാധാരണക്കാരായ വയനാട്ടിൽ ഈ ടൂറിസത്തെ ഉപജീവനം കഴിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ കൂടി കേൾക്കാനാണ് നമ്മളോടൊപ്പം ആളുകൾ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും നമുക്കൊപ്പം തന്നെ ചേരുന്നുണ്ട്. അതിൽ ഇടത്തരക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട്. ഞാൻ അവരുടെയൊക്കെ വിഷയങ്ങളിലേക്ക് വരാം. നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. പേര്? സുബൈർ. എവിടെയാ? ടൂറിസം ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നു വയനാട്ടിൽ. ടൂറിസം ഗൈഡാണ്. നമസ്കാരം. അബ്ദുൽ സലാം. ഞാൻ ഇവിടെ തന്നെയാണ്, പടിഞ്ഞാറത്തറയാണ്. ടൂറിസമായിട്ട് തന്നെ ഒരു ഗൾഫിൽ കുവൈറ്റിൽ ഒരു 23 വർഷം അവിടെ ജോലി ചെയ്തു. ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് വന്നു. 1 വർഷമായി ഇപ്പോൾ എല്ലാം അടഞ്ഞു കിടക്കുന്നു. ആദ്യം ബാണാസുര ഡാം ഒരു 3 മാസം മുന്നേ 1 മാസം ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ തുറന്നു. ടൂറിസം ഒന്ന് ഓപ്പൺ ആയിട്ട് വന്നു. അപ്പോൾ പിന്നെ വീണ്ടും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ട് ഒരു 23 ദിവസമായി. നമസ്കാരം സാർ. നമസ്കാരം. എവിടെ? എന്ത് പേര്? അഷ്റഫ്. എന്ത് ചെയ്യുന്നു? കഴിഞ്ഞ നമുക്ക് നടക്കാം. രാവിലെ നടത്തുന്നുണ്ടോ? നടത്തുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നടക്കാം. വാ വന്നാട്ടെ. നമസ്കാരം. കുറേ അധികം ആളുകളുണ്ട്. പല ആളുകളും നമ്മളിവിടെ വരുന്നു എന്നറിഞ്ഞ് നമ്മളെ കാണാൻ വേണ്ടി ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ വരാം. മറ്റു ചില വാർത്തകൾ കൂടി നമ്മളൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ബാണാസുര സാഗർ അടക്കമുള്ള നമ്മുടെ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ പലതും അടഞ്ഞു കിടക്കുക. 6 ടൂറിസം ഡെസ്റ്റിനേഷനുകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. പക്ഷെ അത് പോരാ. ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, വയനാട്ടിലെ പല ചെറിയ ചെറിയ ടൗണുകളും അക്ഷരാർത്ഥത്തിൽ മരവിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. പല കടകളും തുറന്നിട്ടില്ല, ഹോട്ടലുകൾ തുറന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഉപ്പിലിട്ട് ഒരു ദിവസം 500, 600, 1000 രൂപ വരെയൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ വീട്ടുകാരുണ്ട്. അവർ പോലും നമ്മളോട് വന്ന് പറയുന്നത് ആരും വരുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അത്തരമൊരു ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായും അത് സർക്കാർ പരിഗണിക്കുമെന്നാണ് നമ്മുടെയും